ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനെ ഏത് നിമിഷവും ആക്രമിക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് USS എബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിലൊന്നും അനുബന്ധ പടക്കപ്പലുകളുമൊക്കെ ഇറാൻ്റെ തീരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങാൻ തുടങ്ങിയിട്ട് 4-ാം ദിവസം ആയിരിക്കുകയാണ്. ഇത്രയും ദിവസമായിട്ടും ഈ കപ്പലുകളിൽ നിന്ന് ഒരു ചെറുവിരലിൻ്റെ അനക്കം പോലും ഇറാനെതിരെ ഉണ്ടായിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വേണ്ടി വന്നാൽ ഇവ ഉപയോഗിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി 4 ദിവസത്തോളമായി നിശബ്ദത തുടരുകയാണ്. എന്തിനാണ് ഈ കപ്പലുകൾ ഇറാൻ തീരത്തിന് സമീപം തെക്കുവടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴാർക്കും ഒരു വ്യക്തതയുമില്ല. പക്ഷേ ഈ പടക്കപ്പലുകൾ പറഞ്ഞയച്ചത് ഡൊണാൾഡ് ട്രംപാണ്. വിവരദോഷിയാണ്, മുന്നും പിന്നും നോക്കാതെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു യുദ്ധമുണ്ടാകുമെന്ന സാധ്യത നിലനിർത്തി കഴിഞ്ഞ 48 മണിക്കൂറായി ഇറാൻ്റെയും പശ്ചിമേഷ്യയുടെയും ആകാശങ്ങളിൽ അതീവ ജാഗ്രത തുടരുകയാണ്. അന്താരാഷ്ട്ര വിമാനങ്ങളൊന്നും തന്നെ ഈ മേഖലയിലൂടെ സർവീസ് നടത്തുന്നില്ല എന്നും ഇന്നലെയോടെ സ്ഥിരീകരിച്ചതുമാണ്. അപ്പോൾ പിന്നെ ഇനി എന്താണ് സംഭവിക്കുന്നത്? യുദ്ധം ആരംഭിച്ചോ? യുദ്ധം ആരംഭിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെ നിരവധി അവ്യക്തതകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കാൻ സന്നദ്ധമാണെന്നറിയിച്ചതിന് ശേഷം പിന്നെ എന്താണ് അവിടെ നടന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കെ പൊടുന്നനെ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ എൻഗലാബ് സ്ക്വയർ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത്, അവിടെ പൊതുജനങ്ങളുടെ മധ്യത്തിലായിട്ട് ഒരു വലിയ മതിലിൽ, അവിടുത്തെ ഒരു വലിയ ഭിത്തിയിൽ ഒരു വലിയ ഭീമാകാരമായ ഒരു ചിത്രം പ്രത്യക്ഷപ്പെടുകയാണ്. ആ ചിത്രം കണ്ടവർ ഞെട്ടിപ്പോവുകയാണ്. ആ ചിത്രത്തിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും വ്യാപകമായി സർക്കുലേറ്റ് ചെയ്യുകയാണ്. എന്താണെന്നറിയാമോ ചിത്രത്തിലുള്ളത്? ആ ചിത്രത്തിലുള്ളത് അമേരിക്കൻ പടക്കപ്പൽ തകർന്നു കിടക്കുന്ന, അതിൻ്റെ അവശിഷ്ടങ്ങൾ കടലിലൂടെ ഒഴുകി നടക്കുന്നതിൻ്റെ ചിത്രമാണ്. അതായത് നോക്കുക, ദ ഗാർഡിയൻ എന്ന മാധ്യമം, അന്താരാഷ്ട്ര മാധ്യമത്തിൽ വന്നിരിക്കുന്ന ആ റിപ്പോർട്ട് അതിൽ കൃത്യമായി കാണിക്കുന്നുണ്ട്. ആ ചിത്രം നോക്കുക, അതിൽ അമേരിക്കയുടെ പടക്കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ ഇങ്ങനെ കടലിലൂടെ ഒഴുകി നീങ്ങുന്നു. പക്ഷെ അതിനടിയിൽ നിറയെ ചോരയാണ്, കടലിൽ ചോര കലർന്നിരിക്കുന്നു. അതുപോലെ ആ കപ്പലിൻ്റെ പല ഭാഗങ്ങളിലായി വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ചിത്രമാണ് ഇറാനിലെ ഈ ടെഹ്റാനിലെ എൻഗലാബ് സ്ക്വയറിലെ ചുമരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ വലിയ ചിത്രം. ഈ ചിത്രം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ചിത്രമല്ല, മറിച്ച് ഒരു പ്രതീകാത്മക ചിത്രമാണ് എന്നാണ് ഈ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത്. ഇതിനെ ഒരു ചുവർ ചിത്രം എന്ന നിലയിലാണ് അവർ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഈ ചിത്രം നൽകുന്ന സന്ദേശം, അതായത് അമേരിക്കയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ, ആ കപ്പൽ ഇപ്പോൾ പശ്ചിമേഷ്യയുടെ സമുദ്രങ്ങളിലൂടെ ഒഴുകി നീങ്ങുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ്. ആ നിർദ്ദേശം എന്ന് പറയുന്നത് ഏത് നിമിഷവും ഞാൻ ഉത്തരവിടും, ആ ഉത്തരവ് നടപ്പാക്കണം എന്നുള്ളതാണ്. പക്ഷേ എന്താണ് ആ ഉത്തരവ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ആ കപ്പലിലുള്ളവർക്ക് പോലും വ്യക്തത ഉണ്ടാകാൻ ഇടയില്ല. ഒരു യുദ്ധത്തിനുള്ള സാധ്യതയുണ്ട് എന്ന പ്രതീതി ജനിപ്പിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത്. പക്ഷേ ഇറാനാകട്ടെ ഈ കപ്പൽ തകർന്നതിന് ശേഷം അവശിഷ്ടങ്ങൾ, ചോരയും ഒക്കെ കടലിൽ ഒഴുകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൃത്യമായി പങ്കുവയ്ക്കുകയാണ്. ഇത് ഒരു പ്രതീകാത്മക ചിത്രമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ചിത്രത്തിലുള്ളത് അമേരിക്കൻ കപ്പൽ തകരുന്നതിൻ്റെയും അവശിഷ്ടങ്ങൾ ഒഴുകി നടക്കുന്നതിൻ്റെയും രക്തപ്പുഴ ഒഴുകുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ തന്നെയാണ്. ഇതിൽ പറയുന്ന വരി എന്ന് പറയുന്നത്, നിങ്ങൾ കാറ്റ് വിതച്ചാൽ കൊയ്യുന്നത് കൊടുങ്കാറ്റായിരിക്കും, അല്ലെങ്കിൽ ചുഴലിക്കാറ്റായിരിക്കും എന്ന മുന്നറിയിപ്പോടു കൂടിയാണ് ഇറാൻ ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അതായത് പ്രതീകാത്മകമായ ഈ ചിത്രം പങ്കുവച്ചതിലൂടെ സ്വന്തം നിലപാട് ഇറാൻ വീണ്ടും വ്യക്തമാക്കുകയാണ് എന്ന് ചുരുക്കം. അതായത് 4 ദിവസമായി അമേരിക്കയുടെ പടക്കപ്പലുകൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നു. പശ്ചിമേഷ്യയിലെ എയർബേസുകളിൽ അമേരിക്കയുടെ പടുകൂറ്റൻ വിമാനങ്ങൾ വന്ന് പരീക്ഷണ പറക്കലുകളും അഭ്യാസങ്ങളും നടത്തുന്നു. ഇപ്പോൾ ഒരു യുദ്ധമുണ്ടാകുമെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. അതുപോലെ തന്നെ വെനസ്വലൻ പ്രസിഡന്റ് ഗതിയാവും ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയിക്ക് എന്ന് നിരന്തരമായി വാർത്തകളും പ്രചാരണങ്ങളും വരുന്നു. ഇസ്രായേലിൻ്റെ തീവ്ര വലതുപക്ഷ സയനിസ്റ്റുകൾ ഖാംനെയിയുടെ ഗതി അധോഗതിയാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഖാംനെയി ഒളിവിൽ പോയി കഴിയുകയാണ് എന്ന നിലയിൽ പ്രചാരണങ്ങൾ. അതിനിടയിലാണ് ഇറാൻ ഇത്തരത്തിൽ ഒരു വ്യക്തമായ ചിത്രം പങ്കുവച്ചിരിക്കുന്നത്.
അമേരിക്കൻ ആധിപത്യത്തോടുള്ള തുറന്ന രാഷ്ട്രീയ വെല്ലുവിളിയും ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ ഇറാൻ ഉയർത്തുന്ന പ്രതിരോധത്തിൻ്റെ ശബ്ദവും കൂടിയാണ് ഈ ചിത്രം എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നോക്കുക, അമേരിക്ക തുടർച്ചയായി സൈനിക വിന്യാസങ്ങൾ നടത്തുന്നു, അമേരിക്കയുടെ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ, ശക്തി പ്രകടനങ്ങൾ ഒക്കെ നടത്തുന്നു. ഇറാൻ്റെ ദേശീയ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും മേലുള്ള വലിയ സമ്മർദ്ദം അമേരിക്ക നൽകുന്നു. അങ്ങനെ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളും ശക്തി പ്രകടനങ്ങളും അഭ്യാസങ്ങളും ഒക്കെ അമേരിക്ക ഒരു വശത്ത് നടത്തുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇതായിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ തങ്ങളുടെ ദേശീയ സുരക്ഷയിൽ ഞങ്ങൾ പരമപ്രധാനമായി അതിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ടി വന്നാൽ നിങ്ങളുടെ കപ്പലുകൾ തകർത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇതുപോലെ കടലിലൊഴുക്കാൻ ഞങ്ങൾക്ക് ഒരു മടിയും ഉണ്ടാകില്ല എന്ന് ഇറാൻ പറയുകയാണ്. ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഇറാൻ്റെ ചില ചാനലുകൾ, ഇറാൻ്റെ ദേശീയ ചാനലടക്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ഒരു വധശ്രമം ഉണ്ടായതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് പങ്കുവച്ചിരുന്നു. അതായത് ഖാംനെയിയെ ഇല്ലാതാക്കുമെന്ന മട്ടിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതികരണങ്ങൾ ഉണ്ടായപ്പോഴാണ് ഖാംനെയിയെ തൊട്ടാൽ ട്രംപിനെ തീർക്കാനായി ഞങ്ങൾക്ക് മടിയില്ല എന്ന് പരോക്ഷമായി പറയുന്ന വിധത്തിൽ അത്തരം ചിത്രങ്ങൾ അന്ന് പ്രസിദ്ധീകരിച്ചത് ഇറാൻ. എന്തായാലും ഇപ്പോൾ സ്വന്തം പ്രതികാരശേഷിയും പ്രതിരോധ സന്നദ്ധതയും ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതീകാത്മക ഇടപെടലാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ മാറുകയാണ്. ഇറാനാണ് ഏറ്റവും പരമപ്രധാനമായ പശ്ചിമേഷ്യൻ രാജ്യം. അത് അമേരിക്കയുടെ സാമ്രാജ്യത്വത്തിനുള്ള വലിയ വെല്ലുവിളിയാണ്. ഒരു രാജ്യവും ചെയ്യാത്ത വിധത്തിലുള്ള വെല്ലുവിളികൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കയ്ക്കെതിരെ ഇത്രയും ശക്തമായൊരു വെല്ലുവിളി ഉണ്ടായിട്ടില്ല. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടക്കപ്പൽ പൊട്ടിച്ചു കളയാൻ പോലും ഞങ്ങൾക്ക് മടിയില്ല എന്ന് ഉറപ്പിച്ച് ഇറാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അമേരിക്കയ്ക്ക് വലിയ ഭീതി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അല്ലെങ്കിലും ഇന്ന് രാവിലെ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം ട്രംപ് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്നില്ല, ട്രംപ് യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ട്രംപിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ അമേരിക്കയ്ക്ക് ഇത്രയധികം തിരിച്ചടി നൽകുന്ന വിധത്തിൽ ഇത്രയും കൃത്യമായ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇറാൻ വെല്ലുവിളിക്കുന്നത്. എന്തായാലും കാറ്റ് വിതച്ച് ചുഴലിക്കാറ്റ് കൊയ്യാനായി ഒരു കാരണവശാലും അമേരിക്ക ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന തീർപ്പ് കൽപ്പിക്കുകയാണ് ഇറാൻ. ഈ ചിത്രം ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്നതാണ്. കാരണം സമീപകാലത്തെങ്ങും അമേരിക്കയ്ക്ക് നേരെ ഇത്രയും വലിയൊരു വെല്ലുവിളി, തുറന്ന വെല്ലുവിളി, അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക സന്നാഹത്തിന് നേരെ ഇത്രയധികം ഓപ്പൺ ആയിട്ടുള്ള ഒരു ചലഞ്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത മാനസികാവസ്ഥയിൽ തന്നെയാണ്. അതിനുള്ള സകല സന്നാഹങ്ങളും ഇറാൻ്റെ പക്കലുണ്ട് എന്ന് ഒരിക്കൽ കൂടി അവർ ഓർമ്മിപ്പിക്കുമ്പോൾ അമേരിക്കയുടെ നീക്കങ്ങളൊക്കെ തകരുകയാണ്, ഒന്നുമല്ലാതായി പോവുകയാണ് എന്നുള്ളതാണ് നമ്മളിതിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അമേരിക്കയെ വിറപ്പിച്ചുകൊണ്ട്, ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ ചില ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. അമേരിക്കൻ പടക്കപ്പലുകൾ തകർക്കുന്ന ചിത്രങ്ങൾ, അതിൻ്റെ അവശിഷ്ടമായി ചോര കടലിലൊഴുകുന്ന ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ ഒരു മടിയും കൂടാതെ ഇറാൻ പുറത്തുവിട്ട് വെല്ലുവിളിക്കുക തന്നെയാണ് അമേരിക്കയെ. അത് നിർബാധം തുടരുകയാണ്, ഭയക്കുന്നില്ല, പിന്മാറുന്നില്ല, ഒരു തരത്തിലും പിന്നോട്ട് പോകുന്നില്ല ഇറാൻ എന്നു തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാൻ തകരും, തീരും, ഇസ്ലാമിക ഭരണം അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇന്നോ നാളെയോ ഖാംനെയി ഇല്ലാതാകും, ഇറാൻ്റെ ഇസ്ലാമിക ഭരണം തീരും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് ചാടിത്തുള്ളിയ സകല ആളുകളും മനസ്സിലാക്കുക, അന്താരാഷ്ട്ര രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള സരളമായ ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇറാനെപ്പോലെ ഒരു രാജ്യം ശക്തമായ ഒരു വശത്ത് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുമ്പോൾ തീർച്ചയായിട്ടും ഇറാൻ്റെ തകർച്ച എന്നുള്ളത് അമേരിക്കയ്ക്ക് അത്ര എളുപ്പത്തിൽ സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരു സംഗതിയാണ് എന്ന് വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളുടെ ബലത്തിൽ ഇറാൻ ഇപ്പോൾ തീരുമെന്ന് പറയുന്നവരുടെ അറിവിലേക്ക് പറയുന്നു.